എടി പൊന്നാ 4 മണിയായി പൊന്നാ, നമുക്ക് സിനിമ കാണാൻ ത്രേസ്യ വീട്ടിൽ പോയാലോ? ആ തള്ളയെ എത്ര തള്ളയാ, ആ തള്ളയെ വീട്ടിൽ സിനിമ കാണാൻ നമ്മൾ സമ്മതിക്കുകയില്ല. സാരമില്ലടി, നമുക്ക് പോകാം. എടി അനങ്ങാതെ ഇരുന്നോണം കേട്ടോ. ആ ചേച്ചിക്ക് ഒന്നും ഇഷ്ടപ്പെടുകയല്ല. ആ ചേച്ചി അതിനും ഇതിനെല്ലാം നമ്മളെ കുറ്റം പറയും കേട്ടോ. ത്രേസ്യ ചേച്ചി, ചേച്ചിയേ, ത്രേസ്യ ചേച്ചി. എന്താ ചേച്ചി, ഞങ്ങള് സിനിമ കാണാൻ വന്നായിരുന്നു 4 മണിയുടെ. കാലൊക്കെ നല്ല ചവിട്ടി തുറച്ചിട്ട് കയറിയാ, ഞാനിപ്പം തുറച്ചതേ ഉള്ളൂ. അല്ല എൽത്തോട്ടെങ്ങാനും ഇറങ്ങിയിരിക്കുക, ഞാനിപ്പോ ഇടാൻ തൂച്ചു തുറച്ചിട്ടാ. തെറ്റേ കയറി ഇരിക്കണ്ട, നടത്തിറങ്ങിയിരിക്കുക. ചേച്ചി ടി വി വെച്ച് തരാമോ? ടി വി വെച്ച് തരാം. നല്ലൊരു ഞായറാഴ്ച വായിക്കൊണ്ട് എല്ലാം കൂടെ കെട്ടി വെച്ച് ഇങ്ങോട്ട് പോരും. ബാക്കിയുള്ളവർക്ക് ഒരു സാധനം ഉണ്ടാക്കി തിന്നാൻ പറ്റുമോ അതും ഇല്ല. എല്ലാത്തിനും ഞാൻ ഓടിക്കുന്നതുകൊണ്ട് സിനിമ കാണിച്ച് നിർത്തിച്ചോളാം. സിത്താര നല്ല മണം വരുന്നുണ്ട്. മിണ്ടാതിരിക്കടി, ആ ചേച്ചി അങ്ങനെ കിടന്നുണ്ടല്ലോ, അവരെന്തെങ്കിലും ഉണ്ടാക്കി തിന്നുമായിരിക്കും. നീ മിണ്ടാതിരിക്കുക. മര്യാദയ്ക്ക് സിനിമ ആണ്, അല്ല തള്ള വന്ന് ഇപ്പൊ ടി വി നിർത്തും. ഇത് കുറെ നേരമായി കാണാൻ തുടങ്ങിയിട്ട്. ടി വി ചൂടായി, ഇനി ചൂടായ കത്തിപ്പോവും. നിർത്തുക. എല്ലാരും എഴുന്നേറ്റ് വീട്ടിൽ പോക്കോ, മതി. അമ്മേനെ ഞാൻ പറഞ്ഞല്ലേടി ആ ചേച്ചിയുടെ വീട്ടിൽ സിനിമയ്ക്ക് പോകണ്ടെന്ന്. ആ സാരമില്ലടിയേ, എന്തേലും പറഞ്ഞു. ഒന്നും പറഞ്ഞില്ലേ ചേച്ചി, ഞങ്ങൾ പോവാന്ന് പറയുമായിരുന്നു. ചെരുപ്പിടട്ടെ. ഓ, എന്തൊരു സാധനമല്ലേ ആ പുള്ളിക്കാരത്തി എന്നോട് തിന്നാൻ തുടങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളോട് ഇറങ്ങി പോകാൻ പറഞ്ഞത്. ആ സിനിമയ്ക്കകത്ത് എന്നാലും മോഹൻലാൽ എവിടം വരെ അവരെ വില്ലനെയൊക്കെ ഇടിച്ചു കാണുമായിരുന്നു അല്ലേ.